ഹായ് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇച്ചിരി ഒന്ന് മെനക്കെടാൻ തയ്യാറാണെങ്കിൽ വളരെ സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത്, കടലപ്പരിപ്പ് പ്രഥമൻ. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിൽ പറയുന്ന അളവുകളെല്ലാം കൃത്യമായിട്ട് എടുത്താൽ മതി, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. നല്ല ഒരു പ്രഥമൻ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ മുഴുവനായിട്ട് കണ്ടേക്കണേ, സ്കിപ്പ് ചെയ്യല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഞാനിതിൽ പറയുന്ന അളവ് അതുപോലെ തന്നെ എടുത്താൽ മതി. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഈ പ്രഥമൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1/2 കിലോ കടലപ്പരിപ്പാണ്. 1/2 കിലോ കടലപ്പരിപ്പിന് ഒരു 3/4 കിലോ ശർക്കരയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട്. മധുരം വല്ലാണ്ട് കൂടിപ്പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. പ്രഥമൻ അത്യാവശ്യം മധുരം വേണം. അപ്പോൾ ഒരു 3/4 കിലോ ശർക്കര എടുക്കുക. ഇത്രയും മധുരം വേണ്ടെങ്കിൽ മാത്രം കുറച്ചെടുക്കുക കേട്ടോ. കറുത്ത ശർക്കര എടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവും നമ്മുടെ പ്രഥമൻ. പിന്നെ നമുക്ക് വേണ്ടത് നാളികേരമാണ്. 2 നാളികേരമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നാളികേരം ചിരകി എടുത്തിട്ട് അതിൽ കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ ഒരു 1.5 കപ്പ് പിഴിഞ്ഞ് ആദ്യം തന്നെ മാറ്റി വയ്ക്കണം. ബാക്കിയുള്ളതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3 കപ്പ് കട്ടി കുറഞ്ഞ നാളികേരപ്പാലും എടുക്കണം കേട്ടോ. 1-ാം പാല് പിഴിയാൻ മാത്രം നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളം എടുത്താൽ മതി. അപ്പം നല്ല കട്ടിയുള്ള പാല് കിട്ടും. ബാക്കിയുള്ളതിന് സാധാരണ പച്ചവെള്ളം എടുത്താൽ മതി കേട്ടോ. അടുത്തതായിട്ട് നമുക്കൊരു പാൻ ചൂടാവാനായിട്ട് വെക്കാം. നമുക്കിതിലേക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായിട്ട് അതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് മാറ്റണം. ഞാനൊരു 1/4 കപ്പ് നാളികേരം ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നാളികേര കൊത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നാളികേരം അധികം കടിക്കാൻ കിട്ടുന്നത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കുറച്ചെടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിങ്ങനെ കടിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് പായസത്തിൽ ഇങ്ങനെ നാളികേരം കടിക്കുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് വരെയൊക്കെ എടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളറിലേക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് ഈ നെയ്യിൽ നിന്നൊന്ന് കോരി മാറ്റണം. കുറച്ച് സമയം കൂടി ഇരുന്നാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. അതിൻ്റെ കളറൊന്ന് മാറി ഒരു ഗോൾഡൻ കളറിലേക്ക് ആകുമ്പോൾ തന്നെ ഇതൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് അതേ നെയ്യിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ഇടാൻ താല്പര്യമുണ്ടോ അത്രത്തോളം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പം ഈ അണ്ടിപ്പരിപ്പും നെയ്യിലൊന്ന് കോരി മാറ്റണം. ഇനി നമുക്ക് കുറച്ച് മുന്തിരിയും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഈ മുന്തിരി ഞാനൊന്ന് കഴുകിയിട്ട് വെള്ളം ഒന്ന് വാർന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കുറേ സമയം എടുക്കുന്നില്ല. പെട്ടെന്നൊന്ന് വീർത്ത് വരുമ്പോൾ തന്നെ ആ നെയ്യിൽ നിന്ന് കോരി മാറ്റണേ. ബാക്കിയുള്ള ഇതേ നെയ്യിൽ കടലപ്പരിപ്പും കൂടി ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ ഒരു കടലപ്പരിപ്പ് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയ ശേഷം അതിൻ്റെ വെള്ളം വാർന്നു പോകാനായിട്ട് വയ്ക്കണം. അങ്ങനെ വെള്ളമൊക്കെ വാർന്നു പോയിട്ടാണ് നമ്മൾ ഈ ഒരു കടലപ്പരിപ്പ് ഇതുപോലെ നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇത് കുറേ സമയം എടുക്കുകയൊന്നുമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് മതി. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളറിലേക്ക് മാറും. ലൈറ്റായിട്ട് കളർ മാറിയാൽ മതി കേട്ടോ. വല്ലാണ്ട് അങ്ങ് ഗോൾഡൻ ആവാൻ നിൽക്കണ്ട. ഒരു 5 മിനിറ്റ് മതി. അതിനുശേഷം നമ്മളിത് ചൂടോടുകൂടി തന്നെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കടലപ്പരിപ്പ് കുക്കറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കടലപ്പരിപ്പ് എല്ലാം തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഈ പരിപ്പിന് ചൂടുണ്ടല്ലോ, അപ്പോൾ തണുത്ത വെള്ളം ഒഴിക്കണ്ട. ഒരു 4 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ കപ്പ് അളവ് പറയുന്നത് എല്ലാം തന്നെ 1 കപ്പ് 250 ml അളവിലുള്ള കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. നമുക്കിത് അടച്ച് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെ വേവിക്കാം. അതിനുശേഷം തീ ഒരു മീഡിയത്തിലേക്ക് മാറ്റുക. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. അതിനുശേഷം തീ ഓഫാക്കിയിടുക. അതിൻ്റെ ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നെടുക്കാം. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല വെന്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൽ നിന്ന് ഒരു 2 തവി കടലപ്പരിപ്പ് ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ പായസത്തിലിടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് മാറ്റിയാൽ മതി കേട്ടോ. ഒരു 2 തവി ഇതുപോലെ നിറച്ചെടുത്തിട്ട് ഞാനൊന്ന് മാറ്റുന്നുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് കൂടുതലായിട്ട് കടിക്കാൻ കിട്ടണമെങ്കിൽ കൂടുതൽ മാറ്റാം. അതിൻ്റെ ആവശ്യമില്ല, ഇത്രയും മാറ്റിയാൽ മതി. ബാക്കിയുള്ളതെല്ലാം തന്നെ ഈ തവി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നമ്മളിത് കുക്കറിൽ വേവിച്ചതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് പിന്നെ അത് ഉടച്ചെടുക്കേണ്ട കാര്യമില്ല.
അതല്ല നിങ്ങൾക്ക് ഇനി നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി, നല്ല ഫൈനായിട്ട് തന്നെ കിട്ടും. ഞാനിതുപോലെ ഒരു തവി വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഒരു മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ അതൊന്ന് ഉടഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉടച്ചെടുത്ത കടലപ്പരിപ്പ് നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം വെക്കുന്നത് ആ പാനിലേക്ക് മാറ്റി കൊടുക്കുക. അടി കട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കണേ. ഉരുളി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാൻ എടുക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു 2 തവി കടലപ്പരിപ്പുണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചിട്ടാണ് ഇത് തിളയ്ക്കാനായിട്ട് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാത്രം ഞാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3/4 കിലോ ശർക്കര ഇട്ട് കൊടുക്കാം. കറുത്ത ശർക്കര എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശർക്കര ഒന്ന് പൊട്ടിച്ചിടുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും, അത് പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ കട്ടകളെല്ലാം ഉടഞ്ഞ് മൊത്തത്തിലൊന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. അതങ്ങ് കുറേ സമയത്ത് തിളയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതാ ശർക്കരയെ കട്ടയൊക്കെ ഉടഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റി ചൂടോടുകൂടി തന്നെ നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു തവി വെച്ചിട്ട് ഇത് ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം കുറച്ച് ശർക്കര പാനി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ ശേഷം ബാക്കിയുള്ള ശർക്കര പാനി ഒഴിച്ചാലും മതി. അങ്ങനെയാകുമ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഉടച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇച്ചിരി ചൂടാകുമ്പോഴേ തന്നെ അതങ്ങ് വിട്ട് വന്നോളും. നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ കട്ടകളൊക്കെ ഉടച്ച ശേഷം മാത്രം നമ്മൾ ഗ്യാസുമ്മൽ കയറ്റി വയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് കുറുക്കിയെടുക്കണം. തീ നന്നായിട്ട് കൂട്ടിയിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മളിപ്പം ഇട്ട് കൊടുത്തിരിക്കുന്ന കടലപ്പരിപ്പൊക്കെ ഈ ഒരു ശർക്കര പാനിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വിളഞ്ഞ് വരണം. ഇത് മൊത്തത്തിലൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മേത്തോട്ടൊക്കെ പൊട്ടിത്തെറിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം എന്നില്ല. തീ നന്നായിട്ട് കൂട്ടിയിട്ട് ഇത് വറ്റിച്ചെടുക്കാം. നമ്മൾ ഇളക്കാൻ നേരത്ത് മാത്രം തീ ഒന്ന് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോട്ടൊക്കെ പൊട്ടിത്തെറിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ശർക്കര ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊട്ടിത്തെറിക്കാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഇളക്കി കൊടുക്കാൻ നേരത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് ഇത് വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ വന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല കട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. ഈ ശർക്കര പാനി ഒന്ന് വറ്റി ഒരു പകുതി അളവിൽ എത്തണം. പെട്ടെന്ന് തന്നെ ആവും, അങ്ങനെ കുറേ സമയം എടുക്കൊന്നുമില്ല. അപ്പോഴാ കണ്ടല്ലോ നമ്മുടെ കടലപ്പരിപ്പ് ശർക്കരയെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വിളഞ്ഞ് വന്നിട്ടുണ്ടേ. കണ്ടല്ലോ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു പാനി ഏകദേശം ഒരു പകുതി ഭാഗത്തോളമായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ടോ യാതൊരു കുഴപ്പമില്ല, അത്രയും ടേസ്റ്റ് ആയിരിക്കും. നെയ്യ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കട്ടി കുറഞ്ഞ നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കണം. നമ്മളിവിടെ 3 കപ്പ് നാളികേരപ്പാലാണ് കട്ടി കുറഞ്ഞ നാളികേരപ്പാൽ എടുത്തു വെച്ചിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു 2 കപ്പ് ഒഴിച്ചാൽ മതി. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൽ ആ ഒരു കട്ടയൊക്കെ ഉണ്ടത് നന്നായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ഇളകി വന്ന ശേഷം ബാക്കിയുള്ള 1 കപ്പും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇളക്കിയെടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം 2 കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം ബാക്കിയുള്ള 1 കപ്പും കൂടി ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ 3 കപ്പ് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. തീ നന്നായിട്ട് കൂട്ടി വെച്ച് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൊത്തത്തിലൊന്ന് തിളയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലോട്ടൊക്കെ വീഴാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇളക്കാൻ നേരത്ത് മാത്രം തീ ഒന്ന് കുറച്ചിടുക. അതിനുശേഷം തീ കൂട്ടിയിട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ കട്ടിയുള്ള പാൻ എടുത്തിട്ടുള്ളത് കൊണ്ട് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ സമയത്ത് മാത്രം തീ ഒന്ന് കുറച്ച് വയ്ക്കുക. അതിനുശേഷം തീ കൂട്ടിയിടാം. പരിപ്പ് ശർക്കരയിൽ കിടന്ന് നന്നായിട്ട് വിളഞ്ഞതുപോലെ ഈ ഒരു നാളികേരപ്പാലിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് കുറുകുമ്പോഴാണ് ഈ ശരിക്കും ഈ ഒരു കടലപ്പരിപ്പ് പ്രഥമൻ്റെ ടേസ്റ്റ് കൃത്യമായിട്ട് വരുന്നത് കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് ഒരു 1/4 ഭാഗത്തോളം കുറുകി വരണം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് കുറുകി വന്നോട്ടെ കേട്ടോ. അപ്പോൾ ഒരു 1/4 ഭാഗത്തൊന്ന് വറ്റി വരണം.
അപ്പോൾ നമ്മുടെ പ്രഥമൻ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തതിനേക്കാൾ ഒരു 1/4 ഭാഗം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, കണ്ടല്ലോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായും നല്ല ജീരകവും ഒക്കെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ 6 ഏലക്കായും ഒരു 1/4 മുതൽ 1/2 ടീസ്പൂണോളം നല്ല ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നല്ല ജീരകത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 1/2 ടീസ്പൂൺ എടുക്കാം, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ എടുത്താൽ മതി. പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പൊടിയും കൂടി ചേർക്കുമ്പോഴും ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് കുറുകി വരും. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് 1 പാല് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പ്രഥമൻ എന്ന് പറയുന്നത് ഇരിക്കും തോറും നമ്മൾ ഈ പ്രഥമൻ വെച്ച് തീ ഓഫാക്കി കുറച്ച് കഴിയും തോറും അതിങ്ങനെ കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് 1 പാലാണ്, കട്ടിയുള്ള നാളികേരപ്പാലാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. മൊത്തത്തിലൊന്ന് ഇളക്കി ഒന്ന് ചൂടാവുമ്പോൾ തന്നെ അങ്ങ് തീ ഓഫാക്കി ഇടണം. തിള വരാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ഈ ചട്ടിയുടെ ഒരു എന്താ പറയുക, ഈ ഒരു പാനിൻ്റെ ഒരു ചൂടുകൊണ്ട് തന്നെ അതിങ്ങനെ ഇരുന്ന് ചൂടായിക്കോളും. ജസ്റ്റ് മൊത്തത്തിലൊന്ന് ചൂടാകുമ്പോൾ തീ അങ്ങ് ഓഫാക്കി ഇടുക. അതിനുശേഷം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റിയിരിക്കുന്ന നാളികേരവും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ഒരു പരുവം കാണുമ്പോൾ ഒന്നും വിചാരിക്കേണ്ട ലൂസായിട്ടിരിക്കണമെന്നൊന്നും. ഇരിക്കും തോറും അത് കുറുകി വരുവേ. നോക്കൂ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴും തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒന്നും കൂടി ഒന്ന് തിക്കായിട്ടുണ്ട്. നിങ്ങളിത് സെർവ് ചെയ്യാൻ നേരത്ത് ഒന്ന് തിക്കായിട്ട് ഈ ഒരു പ്രഥമൻ മാറിയിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് നാളികേരപ്പാൽ പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ച് മൊത്തത്തിലൊന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോഴും നല്ല രീതിയിൽ അത് ലൂസായിട്ട് കിട്ടും. കുറച്ചൊഴിച്ചാൽ മതി. നമ്മൾ വിചാരിക്കും കുറേ അങ്ങ് തിക്കായിട്ടിരിക്കുകയാകുമ്പം കുറേ പാലൊഴിക്കണമെന്ന് വിചാരിക്കും. വേണ്ട, കുറച്ചൊഴിച്ച് നന്നായിട്ട് ഇളക്കുമ്പോൾ തന്നെ അതങ്ങ് ലൂസായിക്കോളൂ കേട്ടോ. ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പിന്നെ അങ്ങ് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്